വീട് നിർമ്മാണം. വാസ്തുവും വസ്തുവും അറിഞ്ഞു എങ്ങനെ വീട് നിർമ്മാണം ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തിനും പരിഹാരമുള്ള കാലമാണല്ലോ. അതാണല്ലോ ദോഷ പരിഹാരം, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് നോക്കാം. തുടങ്ങുന്നതിനു മുന്നേ എല്ലാവർക്കും ദോഷ പരിഹാർ ചാനലിലേക്ക് സുസ്വാഗതം. വീടിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ലക്ഷണമൊത്ത സ്ഥലം വാങ്ങിയില്ലെങ്കിൽ ദോഷങ്ങളുണ്ടാകുമെന്നു വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. വീട് നിർമ്മിക്കേണ്ടത് ഉത്തമ ഭൂമിയിലാവണമെന്നു വാസ്തുശാസ്ത്രം. എന്നാൽ കൈവശമുള്ള ഭൂമിക്കു ദോഷമുണ്ടെന്നു കരുതി നിരാശപ്പെടേണ്ട കാര്യമില്ല. ദോഷങ്ങൾക്കു പരിഹാരവും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഓരോ നാടിനും അതിന്റെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ഗൃഹനിർമ്മാണ രീതിയുണ്ട്. ഭാരതീയ ഇതിഹാസങ്ങളോളം പുരാതനമായ വാസ്തുശാസ്ത്രം ഗൃഹനിർമ്മാണത്തെ ഒരാളുടെ നിയോഗമായാണ് കരുതുന്നത്. എന്തിനും ഏതിനും നിയോഗമുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഒരു നിയോഗം, നിങ്ങൾ ഇത് ശ്രവിക്കുന്നത് വേറെ ഒരു നിയോഗം. സ്ഥലത്തിന് 5 or 6 കോണുകൾ ഉണ്ടായിരിക്കുക. ശൂലം പോലെ 3 മുനയോടോ കൊമ്പുമുറം പോലെ 2 കോണോടോ കൂടിയിരിക്കുക. മത്സ്യം, ആന, ആമ ഇവയുടെ പുറം പോലിരിക്കുക. ഇതെല്ലാം ചീത്തലക്ഷണങ്ങളാണ്. പൂറ്റുള്ളതോ ഉള്ളിൽ പോടുള്ളതോ മണ്ണിനു ദുർഗന്ധമുള്ളതോ കിളക്കുമ്പോൾ ഭസ്മം, കരിക്കട്ട, ഉമി, അസ്ഥി, തലനാർ, പുഴു എന്നിവയെ കാണുന്നതോ ആയ ഭൂമിയും താമസിക്കുവാൻ നന്നല്ല. ഭൂമിയുടെ ലക്ഷണം നോക്കി വാങ്ങുക എന്നത് പ്രധാനമാണ്. ഭൂമിയുടെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ ഉയർന്നിരുന്നാൽ ശുഭകരവും വടക്കും കിഴക്കും ഭാഗങ്ങൾ ഉയർന്നിരുന്നാൽ അശുഭകരവുമാണ്. അരുന്ധതി, ഉത്തരധ്രുവൻ, സപ്തർഷികൾ തുടങ്ങിയ നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രന്മാരുടെ ഉദയം എന്നിവ കാണാൻ സാധിക്കുന്നത് നല്ലതാണ്. ഇവ കാണണമെങ്കിൽ വടക്കും കിഴക്കും ഭാഗങ്ങൾ താഴ്ന്നിരിക്കണം. പാറ കാണുന്നതുവരെയോ വെള്ളം കാണുന്നതുവരെയോ ഭൂമി കുഴിച്ചു നോക്കിയിട്ടേ വീട് പണിയാവൂ. അത്രയും കുഴിക്കുമ്പോഴേക്കും എല്ലോ മറ്റോ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. സർപ്പക്കാവിനോടു ചേർന്നു വീടു വയ്ക്കുമ്പോൾ സർപ്പദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർപ്പാക്കാവിനു സമീപത്തായി വീടു വയ്ക്കാം, പക്ഷേ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്കു പുറത്തുവേണം വീടു വയ്ക്കാൻ. സർപ്പങ്ങളെ മറച്ചുകൊണ്ടും നേർവഴിയിലും വീടു വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർപ്പദോഷമുണ്ടായാൽ അസുഖങ്ങളും കുലനാശവും സംഭവിക്കാം. ദൈവീക ചൈതന്യങ്ങൾ വീടിനടുത്തുണ്ടെങ്കിൽ പാലിക്കേണ്ട മര്യാദകൾ അനുഷ്ഠിക്കണം. നാഗത്തെ ആവാഹിച്ചു മാറ്റിപ്പാർപ്പിച്ച ശേഷമേ സർപ്പക്കാടുകൾ തെളിക്കാവൂ. എന്തുകൊണ്ടാണ് സ്ഥലം വാങ്ങുമ്പോൾ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ചെരിവുള്ള ഭൂമി വാങ്ങാൻ പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശുഭകരവും അല്ലാത്തതും ആയി കണക്കാക്കപ്പെടുന്ന ഭൂമികളുണ്ട്. വെള്ളം ഒഴുകിപ്പോകുന്നതും സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ സ്ഥലമാണു വീട് പണിയാനായി തിരഞ്ഞെടുക്കേണ്ടത്. സൂര്യൻ ഉദിക്കുമ്പോൾ നിഴലു വീഴാത്ത ദിക്കിലുള്ള സ്ഥലമാണ് ഉത്തമം. ഈ നിയമങ്ങൾ പാലിക്കുന്ന ദിക്കുകൾ വടക്കും കിഴക്കുമായതുകൊണ്ട് ഇവിടേക്കു ചരിവുള്ള ഭൂമി വാങ്ങണം. ഇതിൽ കിഴക്കു പടിഞ്ഞാറോ തെക്കു വടക്കോ അഭിമുഖമായി വേണം വീട് വയ്ക്കാൻ. ഇത് കേൾക്കുമ്പോൾ ചിലർ കരുതും ചെരിവ് കളയാനും വേണേൽ ഉണ്ടാക്കാനും ഒരു JCB പോരെ എന്ന്. പോരാ എന്നാണ് ഉത്തരം. JCB വെച്ചു ചെരിച്ചാൽ പേസ് ക്രീം തേച്ചു മുഖ സൗന്ദര്യം കൂട്ടിയ പോലെ ആകും. ജനിതക ഗുണം വേറിട്ട് കാണും. ഭൂമി നോക്കാനായി പ്രവേശിക്കുന്ന അവസരത്തിൽ പശുക്കളും മനുഷ്യരും നിൽക്കുന്ന ഭൂമി കെട്ടിടം പണിക്കു നല്ലതാണ്. സമനിരപ്പായ ഭൂമി, കിഴക്കോട്ടു വെള്ളമൊഴുകുക, മിനുപ്പുള്ള മണ്ണുണ്ടായിരിക്കുക, ചവിട്ടുമ്പോൾ ഗംഭീര ശബ്ദമുണ്ടാകുക, പ്രദക്ഷിണമായി ജലം ഒഴുകിക്കൊണ്ടിരിക്കുക, വിത്തു വിതച്ചാൽ ഉടൻ മുളയ്ക്കുക, ഒരു കുഴി കുഴിച്ചു മണ്ണെടുത്ത് ആ കുഴിയിൽ തന്നെ നിറച്ചാൽ മണ്ണു ബാക്കി വരുക, വേനൽക്കാലത്തും വെള്ളമുണ്ടായിരിക്കുക, ചൂടും തണുപ്പും തുല്യമായിരിക്കുക. ഇതൊക്കെ നല്ല ഭൂമിയുടെ ലക്ഷണങ്ങളാണ് എന്ന് പണ്ടുള്ളവർ പറയും. ഈ ലക്ഷണങ്ങളുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്കു ശുഭഫലവും ഇതിനു വിപരീത ലക്ഷണങ്ങളുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്ക് അശുഭഫലവും മിശ്രലക്ഷണങ്ങളുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്കു മിശ്രഫലവുമാണ് ഉണ്ടാവുക. വീട് പണിയാൻ കോണുകൾ ഒഴിവാക്കണോ? ചോദ്യം പ്രസക്തമാണ്. സ്ഥലത്തിന്റെ മധ്യത്തിൽ കൂടി കിഴക്കു പടിഞ്ഞാറും തെക്കു വടക്കും ഓരോ വരകൾ വരയ്ക്കുമ്പോൾ വീട് പണിയാനുള്ള സ്ഥലം 4ആയി തിരിക്കാം. ഇവയിൽ വടക്കു കിഴക്കേ കണ്ടത്തിന് ഈശാനകോണെന്നും തെക്കു കിഴക്കേ കണ്ടത്തിന് അഗ്നികോണെന്നും തെക്കു പടിഞ്ഞാറേ കണ്ടത്തിന് നിർത്തികോണെന്നും വടക്കു പടിഞ്ഞാറേ കണ്ടത്തിന് വായുകോണെന്നും പറയുന്നു.
ഓരോ ഭാഗത്തും വീട് വയ്ക്കുന്നതിന് അതിൻ്റേതായ പ്രത്യേകതകളും ഫലങ്ങളുമുണ്ട്. മധ്യഭാഗം താണുകിടക്കുന്ന പറമ്പിൽ വീടു പണിതു താമസിച്ചാൽ ഉടൻ തന്നെ അവിടം വിട്ടുപോകേണ്ടി വരും. മധ്യഭാഗം ഉയർന്ന ഭൂമി ധനവും സുഖവും ഇല്ലാതാക്കും. അഗ്നികോണു മുതൽ വായുകോണുവരെ താണുകിടക്കുന്ന ഭൂമി ദാരിദ്ര്യമുണ്ടാക്കും. ഭൂമിയുടെ ഉയർച്ചതാഴ്ചകൾ കൊണ്ടുള്ള ദോഷം പെട്ടെന്നനുഭവപ്പെടുകയില്ല. മധ്യഭാഗമോ കിഴക്കോ ഉയർന്ന ഭൂമിയിൽ ആദ്യം വീട് പണിതു താമസിക്കുന്നവർക്കു 10 കൊല്ലവും വായുകോണുയർന്നതിൽ താമസിക്കുന്നവർക്ക് 12 കൊല്ലവും വടക്കുയർന്ന ഭൂമിയിൽ താമസിക്കുന്നവർക്ക് 8 വർഷവും ഈശാനകോണുയർന്നതിൽ താമസിക്കുന്നവർക്ക് 6 കൊല്ലവും അഗ്നികോണുയർന്നതിൽ താമസിക്കുന്നവർക്ക് 6 കൊല്ലവും അഭിവൃദ്ധിയുണ്ടാകും. അതിനുശേഷമേ ദോഷങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. ധാന്യങ്ങൾ വിളയുന്ന പാടം, ഉറപ്പില്ലാത്ത ഭൂപ്രദേശം, ദേവാലയം, സമുദ്രം, നദി, തപസ്വികളുടെ ആശ്രമം, ഗോശാല, പർവ്വതം ഇവയുടെ അടുത്തു വീടുണ്ടാക്കി താമസിച്ചാൽ നാശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ദേവാലയങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ദേവാലയങ്ങളെക്കാൾ ഉയരം കൂടിയോ 2 നിലയായിട്ടോ വീട് പണിയുന്നതു നന്നല്ല. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം പോകുന്ന ദിക്കിനനുസരിച്ച് ഇരുന്നാൽ യാത്ര കൂടുതൽ സുഖപ്രദമാകും. അതുപോലെയാണു ഭൂമിയുടെ തിരിച്ചിലിനനുസരിച്ചുള്ള ദിക്കുകളിൽ വീട് പണിയുന്നതും. ഭൂമി പടിഞ്ഞാറുനിന്നു കിഴക്കോട്ടാണു തിരിയുന്നത്. അതുകൊണ്ട് കിഴക്കു പടിഞ്ഞാറോ തെക്കു വടക്കോ അഭിമുഖമായിട്ടു വേണം വീട് പണിയേണ്ടത്. വീടും മുറിയും ശരിയായ ദിക്കിൽ വരേണ്ടതും നിർമ്മിക്കേണ്ടതും പ്രധാനമാണ്. തെക്കു കിഴക്കും വടക്കു പടിഞ്ഞാറോട്ടുമായി വീട് വെച്ചാൽ ഭയമുണ്ടാകുമെന്നു വാസ്തുശാസ്ത്രം പറയുന്നു. തെക്കു പടിഞ്ഞാറും കിഴക്കു വടക്കും വീട് വെച്ചാൽ കലഹമാണ് ഫലം. വടക്കു പടിഞ്ഞാറും തെക്കു കിഴക്കുമായി വീട് വെച്ചാൽ ചപലത ഉണ്ടാകുമത്രേ. പടിഞ്ഞാറു കിഴക്കും തെക്കു പടിഞ്ഞാറും വീട് പണിതാൽ സന്തതികളുണ്ടാകില്ല. മുറികളുടെ അളവിലും മാറ്റങ്ങൾ വന്നാൽ ദോഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ മുറിയുടെ വലിപ്പം കൂട്ടിയും കുറച്ചും ദോഷങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ. കിഴക്കോട്ടു തിരിഞ്ഞുനിന്ന് പാകം ചെയ്യുന്നതാണു നല്ലത്. അടുക്കള വടക്ക് കിഴക്ക് ദിക്കുകളിൽ പണിയാം. കിടപ്പുമുറി തെക്കോ പടിഞ്ഞാറോ ആകാം. പഠനമുറി വടക്കുദിക്കിലും സ്വീകരണമുറി പടിഞ്ഞാറു ദിക്കിലുമാകാം. കിഴക്കുദിക്ക് പൂജാതി കർമ്മങ്ങൾക്കും വടക്ക് സുഖകാര്യങ്ങൾക്കും ഉത്തമമായി കരുതുന്നു. ധനധാന്യങ്ങൾ സൂക്ഷിക്കാൻ വടക്കും പടിഞ്ഞാറുമാണ് ഉത്തമം. പൂജാമുറി കിഴക്ക്, മച്ചിന്റെ നടുക്ക്, പുരയുടെ നടുക്ക്, പടിഞ്ഞാറുവശത്ത് എന്നിവിടങ്ങളിൽ പണിയാം. ദിക്കുകൾക്കനുസരിച്ചു വീടും മുറിയും പണിതില്ലെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകാം. പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ കുഴപ്പമില്ല എന്നു വാസ്തുശാസ്ത്രം പറയുന്നു. വീടു പണി തുടങ്ങുമ്പോൾ ഗൃഹനാഥന്റെ നക്ഷത്രം വെച്ചു നല്ല സമയമാണോ എന്നു നോക്കുന്നതു നല്ലതാണ്. വീടിനുള്ളിൽ രൗദ്രഭാവമുള്ള മൂർത്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കണം. വാസ്തുബലി. വീടു പണിയുമ്പോൾ അവിടെയുള്ള മൃഗങ്ങൾക്കും ചെടികൾക്കും നാശങ്ങളുണ്ടാകും. അതിൽ നിന്നുള്ള ദോഷങ്ങൾ ഒഴിവാക്കാനും വാസ്തുബലി സഹായകമാണ്. ആ സ്ഥലത്തുള്ള ദേവചൈതന്യങ്ങളെ പ്രീതിപ്പെടുത്തുകയാണ് വാസ്തുബലിയിലൂടെ ചെയ്യുന്നത്. വാസ്തുപുരുഷന്റെ മുകളിൽ നിന്നും ദേവന്മാർ എഴുന്നേൽക്കാതിരിക്കുവാനായി അവരെ പ്രീതിപ്പെടുത്തുന്ന പൂജയാണു വാസ്തുബലി. ഭൂമി ദേവിയെയും ബ്രഹ്മാദി ദേവന്മാരെയും വാസ്തുബലിയിൽ പൂജിക്കുന്നു. ദോഷങ്ങൾ തീർത്തു ഭൂമിയെ വേണ്ടപ്പെട്ടതാക്കി തീർക്കാൻ യഥാവിധി പ്രകാരം ചെയ്യുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരെ ക്ഷണിച്ചു വാസ്തുബലിയും മറ്റു പൂജകളും ചെയ്യുന്നതാണ് അഭികാമ്യം.